അങ്ങനെ ഞാൻ ഇന്നൊരു പായസമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പായസം ഉണ്ടാക്കിയ സമയത്ത് അത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായിരുന്നു. കാരണം ഞാനത് കാരമലൈസ് ചെയ്യുമ്പോൾ തന്നെ പഞ്ചസാര അങ്ങനെ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോയായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ആ പായസം എനിക്ക് കുടിക്കാനേ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ, ഫുൾ കയ്പ്പായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എനിക്കത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഭയങ്കര ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് കാരമലൈസ് ചെയ്തെടുത്തതിന് ശേഷം ആണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാരമലൈസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ കുറച്ച് പഠിച്ചു എങ്ങനെയാണ് കറക്റ്റായിട്ടെന്ന്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി പാലൊഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കതിലോട്ട് കുറച്ച് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അടയാണ്. അപ്പോൾ അടയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം സേമിയ ഇടുന്നവർക്ക് സേമിയ ഇടാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്ത അടയാട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ പഞ്ചസാര പൊടിച്ചിട്ടാട്ടോ ചേർക്കുന്നത്. പഞ്ചസാരയുടെ കൂടെ തന്നെ ഞാൻ മറ്റേ ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതാണ് ഇതിലിങ്ങനെ പായസത്തിലേക്ക് എടുക്കുന്നത്. പിന്നെ നമുക്ക് മുന്തിരി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും നെയ്യുമാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് എടുത്തത്. നമ്മളൊരു തട്ടിക്കൂട്ട് പായസം കേട്ടോ, പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഓൾറെഡി ഉള്ളതുകൊണ്ട് എനിക്ക് ചുമ്മാ തോന്നിയപ്പോൾ ഉണ്ടാക്കിയ പായസമാണ്. അങ്ങനെ നമ്മൾ ഈ മുന്തിരി ഫുൾ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് നെയ്യ് കൂടി വന്നു, പക്ഷേ ഇല്ല കേട്ടോ, അത് കറക്റ്റായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.